ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നാടൻ രീതിയിലുള്ള ഹെൽത്തി ആയിട്ടും ക്രിസ്പി ആയിട്ടും എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കുന്ന അടദോശയുടെ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നും കൂടിയാണ് ഇത്. കൂടാതെ നമുക്ക് നല്ലൊരു ഹെൽത്തിയും കൂടിയാണ്, കാരണം ഇതിൽ ഒരുപാട് പരിപ്പുകളൊക്കെ ചേർക്കണതുകൊണ്ട് നല്ലൊരു ഹെൽത്തിയും കൂടിയാണിത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഒട്ടും സമയം കളയാതെ പെട്ടെന്ന് തയ്യാറാക്കണം നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ഒരു 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ വേണമെങ്കിൽ പച്ചരി ആണെങ്കിലോ അല്ലെങ്കിൽ പൊന്നിയരിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്പെടാൻ വേണ്ടി നമ്മൾ സാധാരണ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന അരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു 1/2 കപ്പ് ഉഴുന്ന് ചേർക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ ഒരു 1/4 ഗ്ലാസ് കടലപ്പരിപ്പ് ചേർക്കുന്നുണ്ട്. അതേ ഗ്ലാസ്സിൽ തന്നെ ഞാൻ എല്ലാം എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പരിപ്പും കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കില്ലേ, ആ പരിപ്പ് തന്നെയാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. അത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് ഇതൊന്ന് കുതിർക്കാൻ വെക്കാം. ഇനി നമുക്കൊരു 5 മണിക്കൂറെങ്കിലും ഇതൊന്ന് കുതിർക്കാൻ വെക്കാം. അപ്പോൾ ഇതൊരു തലേ ദിവസമാണ് ഞാൻ ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസമാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കത് കുതിർക്കാൻ വെക്കാം. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ അടദോശയ്ക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ് നോക്കാം. ഈ ബൗളിൽ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഒരു ബൗൾ നിറച്ചും ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് എടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളകൊക്കെ നമ്മുടെ ആ എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ ഒരു 3 ചുവന്ന മുളകും പിന്നെ ഒരു പീസ് ഇഞ്ചിയാണ്. അപ്പോൾ നമുക്ക് എരിവ് കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് എടുക്കാം. നമുക്കിത് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സി ജാർ എടുത്ത് അതിലേക്ക് നമുക്ക് ആദ്യം ഒരു ബൗൾ നിറച്ച് ചെറിയുള്ളി ചേർത്തിട്ടുണ്ട്. ചെറിയുള്ളി കൂടുന്തോറും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ആ ഒരു പീസ് ഇഞ്ചി ഒരു 2-3 പീസാക്കി കട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ 3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇത് അത്യാവശ്യം എരിവുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ ആ ഒരു എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പില കുറച്ചധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കറിവേപ്പിലയൊക്കെ ആ ദോശയിൽ നമ്മൾ അരച്ച് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതും ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ അരച്ചെടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ചുവന്ന മുളക് ചേർത്ത് കൊടുത്തിട്ടില്ല, അത് നമ്മൾ അരിയുടെ കൂടെയാണ് അരയ്ക്കേണ്ടത്. നമുക്കത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് അരച്ച് വെച്ചിട്ടുണ്ട്, ഇത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അരി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് ആ മിക്സി ജാർ, വേറൊരു മിക്സി ജാർ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഇതൊരു ചെറിയ മിക്സി ജാർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊരു 3-4 പ്രാവശ്യം അരച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ആദ്യം കുറച്ച് അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് വെള്ളം നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. ആ അരിയുടെ ഒരു ലെവലിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി അത് ചേർത്ത് കൊടുത്ത ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് അരയേണ്ട, ഒരു തരി പോലെ വേണം ഇത് കിട്ടണമെങ്കിൽ. ഒരു റവയുടെയൊക്കെ ഒരു തരിയില്ലേ, അപ്പോൾ അതുപോലെ വേണം നമുക്കത് അരച്ച് കിട്ടാൻ വേണ്ടി. അപ്പോൾ അതുപോലെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ആ ചുവന്ന മുളക് ആദ്യം ചേർക്കാൻ വിട്ടുപോയി, അതാണ് ഇതും കൂടിയും കാണിക്കുന്നത്. ഇനി നമുക്ക് ഇതും ഇതുപോലെ അരച്ചെടുക്കാം. അപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് നമുക്കിതെല്ലാം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് അരിയെല്ലാം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് നൈസാവരുത്, ഒരു തരി പോലെ വേണം കേട്ടോ, ശ്രദ്ധിക്കണം. ഇനി നമ്മളിത് അതിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ച ആ ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇഞ്ചിയൊക്കെ ഇല്ലേ, അത് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് നമുക്കത് അരച്ച് പുളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നന്നായി പുളിക്കേണ്ടേ, കുറച്ച് നേരമൊക്കെ മണിക്കൂറുകൾ ഇരിക്കണം. അപ്പോൾ ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ദോശ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഞാനൊരു 10 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ആ ഉള്ളി അതുപോലെ പച്ചമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് മാവിൽ പിടിച്ചോട്ടെ വിചാരിച്ചിട്ടാണ്. 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് അടദോശ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത ശേഷം നമുക്ക് ആ പാൻ നന്നായിട്ട് ആദ്യം ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലൊന്ന് വെച്ച് കൊടുത്തിട്ട് ഓരോ തവി മാവ് ഇങ്ങനെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരിയണ സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുത്താലും മതി. വെളിച്ചെണ്ണയാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുന്നു എനിക്ക് തോന്നുന്നു. നെയ്യിനെക്കാട്ടും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ്. ഇത് ചേർത്ത് കൊടുത്ത ശേഷം ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടദോശയാണ്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് കട്ടിയിൽ വേണമെങ്കിലും പരത്തിയെടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പരത്തിയെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ചൂടുള്ള അടദോശയും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ചട്നിയും റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ.
അപ്പോൾ നിങ്ങളിതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അടദോശയാണ്. അപ്പോൾ നിങ്ങളിത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കാൻ മറക്കല്ലേ. അതായത് ഇതുപോലെയുള്ള നല്ല ഈസി റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും.